അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുമ്പോൾ ഗുരുവായൂർക്കാണ്. അപ്പോൾ നമ്മളിത് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഗുരുവായൂർക്ക് കാറിലാണ് പോണത് നമ്മുടെ. അപ്പോൾ അതേ ശ്രീകുട്ടി ഉണ്ട്, ഗീതമ്മയുണ്ട്, പിന്നെ അച്ഛനുണ്ട്. പിന്നെ ഞാനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ വർക്ക് കഴിഞ്ഞ് വന്ന് തന്നെ ക്ഷീണം കാരണം ഞാൻ തന്നെയാണ് വണ്ടി ഓടിക്കാറ്. പിന്നെ മൊത്തം ഞാൻ തന്നെ വണ്ടി ഓടിക്കാറ്. ഞങ്ങളിത് ഉച്ചയ്ക്ക് ഇറങ്ങിയ നേരത്തെ പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട്. നല്ല വെയിലാണ്. നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പോണ വഴിയിലുള്ള കാഴ്ചകൾ കാണാം നമുക്ക്. അത് തൃശ്ശൂരുള്ളവർക്കൊക്കെ കണ്ട പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ അശ്വിനിയുടെ അവിടെയാണ് പാട്ടിരാക്കിൽ ബ്ലോക്ക് തുടങ്ങിയിട്ട്. ഇനി ഇവിടുന്ന് ഇങ്ങനെ പതുക്കെ ഇതിപ്പോൾ നമ്മൾ നോർമൽ കുന്നംകുളം വഴിക്കല്ലാണ്ട് നേരെ അമലയുടെ അവിടെ നിന്ന് തിരിഞ്ഞിട്ടവിടെ പോയേ. അതാണ് ഈ ഇത്ര സീനറിയൊക്കെ നല്ല രസമുണ്ട് പാടൊക്കെ കാണാൻ. അപ്പോൾ ഒരുവിധം നമ്മളിവിടെയൊക്കെ എത്തി. ഒരു 3:30 ഇപ്പോൾ എത്തി. ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനും കൂടി അവിടെ നടക്കുകയാണ്. ബാക്കിൽ അവിടെ 2 പേരുണ്ട്. നല്ല തിരക്കാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ പെടും, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തൊഴുതിറങ്ങാൻ പറ്റും. അത് ഗീതമ്മ അങ്ങോട്ട് മുന്നിൽ നയിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേ ശ്രീകുട്ടിയുടെ മറ്റേ ഇത് കമ്പിയിട്ടത് കാട്ടുണ്ട് അവള്. ഞാനാണെങ്കിൽ വെയിലത്ത് വണ്ടി പിടിച്ച് വയ്യാണ്ടായിട്ട് നടക്കണം. അത് ഗീതമ്മ അമ്പലത്തേക്ക് വഴിപാട് കൊടുക്കാൻ വേണ്ടി 2 പട്ടൊക്കെ മേടിച്ചിട്ടുണ്ട്, മഞ്ഞയും ചുവപ്പും. ഇത് ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തി. ഇനിയിപ്പോൾ ഫോണൊക്കെ കൊണ്ടുപോയിക്കും. ഫോൺ അവിടെ കയറ്റില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഇനി കാണാം കേട്ടോ. ബാക്കി കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് പറയാം എങ്ങനെയായിരുന്നു എന്ന്. നമ്മൾ തൊഴുതിറങ്ങി. നമുക്ക് പെട്ടെന്ന് തൊഴാൻ പറ്റിയില്ല. ഒരു 4 മണിക്കൂർ നമുക്ക് വരി നിൽക്കേണ്ട വന്നു. കുഴപ്പമില്ല, എന്നാലും നമുക്ക് തൊഴാൻ പറ്റിയ അത്യാവശ്യം. ആദ്യമായിട്ടാണ് ഇത്ര നേരം തന്നെ ഇത് കിട്ടണത്. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോയി തൊഴുത് വരാറുണ്ട്. ഇത്ര നേരം നിൽക്കാറില്ലേ. അപ്പോൾ അതവിടെ കുറേ പിള്ളേർ അരങ്ങേറ്റമൊക്കെ നടക്കുന്നുണ്ട്. കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതായിരുന്നു ഒരു നേരം പോക്കുണ്ടായിരുന്നു. കാരണം ഫോൺ ഉണ്ടായിരുന്നില്ല. ഫോൺ അവിടെ വാങ്ങി വയ്ക്കും. അത് കണ്ടിരിക്കുക വരി നിൽക്കുമ്പോൾ. വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് ഒന്ന് പോയതാണ്. ഇനി അടുത്ത ലക്ഷ്യം നമുക്ക് വണ്ടി എടുക്കണം. വണ്ടി എടുക്കാൻ പാർക്കിങ്ങിലെത്തി. അപ്പോൾ വണ്ടിയിലൊക്കെ കയറി. നല്ല തിരക്കാണ്. അപ്പോൾ നമ്മളിനി പോവാണപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടാ. അപ്പോൾ ബൈ. 4 മണിക്ക് തന്നു നിങ്ങൾ.